ഹലോ. മണ്ണുത്തി അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ബൊട്ടാണിക്കൽ ഗാർഡൻ വിസിറ്റാണ് ഇന്നത്തെ വീഡിയോ. ആക്ച്വലി ഞാൻ മണ്ണുത്തിയാണ് താമസിക്കുന്നതെങ്കിലും ഇവിടെ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ടെന്നും അവിടേക്ക് നമുക്ക് പ്രവേശനം ഉണ്ടെന്നും ഫേസ്ബുക്കിലൊരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ഒട്ടും നേരം കളഞ്ഞില്ല, വേഗം തപ്പിപ്പറക്കി ഇവിടെ എത്തി ഇപ്പോൾ 25 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നുള്ളൂ. വന്നാൽ എന്തായാലും നഷ്ടമാവില്ല 25 രൂപ, കാരണം അത്രയ്ക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇതാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. ആക്ച്വലി ഒരു നാച്ചുറൽ വാക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എക്സാക്റ്റ് കാട് തന്നെയാണ്, പക്ഷേ മൃഗങ്ങളില്ല. കാടിൻ്റേതായ എല്ലാ എന്താ പറയുക, ചീവീടിൻ്റെ ശബ്ദവും ആ ഒരു ഗ്രീനറിയും സൈലൻസും എല്ലാതും അടങ്ങിയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ഏറുമാടം കാണാം. ഇത് ഒരു മരത്തിൻ്റെ പകുതിയിൽ വെച്ചിട്ട് ഇവർ സെറ്റ് ചെയ്തേക്കുന്ന സംഭവമാണ്. അധികം പേര് ഒരുമിച്ച് ഇതിൽ കയറി നിൽക്കുന്ന താഴെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരാളെ ഉണ്ടായുള്ളൂ. അപ്പോൾ എന്തായാലും അതിൻ്റെ മേലോട്ട് വലിഞ്ഞ് കയറി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എൻ്റെ കൂടെ വന്നത് എൻ്റെ സിസ്റ്ററാണ്, കസിൻ സിസ്റ്ററാണ്, അവൾ താഴെയുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് വന്നാൽ ഇത്തിരി പേടി തോന്നും, കാരണം അധികം ആളുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് വന്നുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, അത്രയ്ക്കും സൈലൻസാണ് ഇവിടെ. കപ്പിൾ ഫ്രണ്ട്ലി ആണെന്ന് വേണമെങ്കിൽ പറയാം. കണ്ടോ, വാണിംഗ് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു 5 പേരിൽ കൂടുതൽ കയറാൻ പാടില്ല എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ഒരു നേച്ചർ വാക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ എല്ലാ മരങ്ങളുടെ പേരും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചില ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഈച്ചമരം ഒക്കെ ആദ്യമായിട്ട് കേൾക്കുകയാണ്. പേരറിയാത്ത കുറേ മരങ്ങളും ചെടികളും ഇവിടെ ഉണ്ട്. പേരറിയുന്നതും ഉണ്ട്. മഞ്ചാടി മരം കണ്ടു, അതുപോലെ ചന്ദനമരം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു മലമ്പാമ്പ് നിൽക്കുന്ന ഫീലാണ്. പിന്നെ കുറേ മാളങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. ഞങ്ങൾ പോയ സമയത്ത് അത്യാവശ്യം നല്ല കൊതു ഉണ്ടായിരുന്നു, മഴ സമയമാണല്ലോ. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മൃഗങ്ങളില്ലെങ്കിലും കുറേ മൃഗങ്ങളെ ഇവർ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് മുള്ളുവേങ്ങയും ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. മുറുക്ക് കേട്ടിട്ടുണ്ട്, വേങ്ങ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പിന്നെ നമ്മൾ 2 പേരെങ്കിലായിട്ട് പോവാം, കാരണം എനിക്ക് ചില ഭാഗങ്ങളിൽ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല പേടി തോന്നിയായിരുന്നു. അതായത് നമ്മളൊരു 800 മീറ്ററോളം നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് തന്നെ നടന്ന് കാണാനുണ്ട്. അപ്പോൾ നല്ല കാട് വരുന്ന പ്രദേശത്തുമ്പോൾ ശരിക്കും നമുക്കൊരു ഇത്തിരി പേടിയൊക്കെ തോന്നും. ചിലർക്ക് കേട്ടോ, എനിക്ക് പേടി തോന്നി, ചിലർക്ക് തോന്നില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലെ കുറേ കാഴ്ചകൾ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചക്കയൊക്കെ ചുമ്മാ വീണ് പോകുന്നുണ്ട്. ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെയാണ് കിടക്കുന്നത്. മഴയുള്ള കാരണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മുഴുവൻ കവർ ചെയ്യാൻ പറ്റിയില്ല, കാരണം അത്രയും കാണാനുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് വാഗപ്പൂ മരങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് ലാസ്റ്റായപ്പോൾ നമുക്ക് മഴയൊക്കെ കിട്ടി. ഇനി നടത്തൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ എൻഡിലൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഊഞ്ഞാലും കയറിയിരുന്ന് ആടിയായിരുന്നു. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലാണ്, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലാണ്. ഒരു മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ നടന്ന് കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലിപ്പോൾ ഒരു ചെറിയൊരു പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികളൊക്കെ വരാണെങ്കിൽ അവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ മണ്ണുത്തി ഉദ്ദേശിച്ചിട്ടാണ്, മണ്ണുത്തിയുടെ ഒരു പ്രദേശത്ത് ഇത് കാണാൻ ഉദ്ദേശിച്ചിട്ടാണ് വരണമെങ്കിൽ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു 6-7 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കച്ചിത്തോട് ഡാം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് മാത്രമായിട്ടല്ല, ഒരു 1 ഡേക്കൊക്കെ പറ്റിയൊരു സ്പോട്ടാണ്. ഇവിടെ നിന്ന് ബൊട്ടാണിക്കൽ ഗാർഡൻ കണ്ട് അത് കഴിഞ്ഞ് കച്ചിത്തോട് ഡാം പോവുക, നല്ല സ്ഥലമായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.